മതങ്ങളുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്നവർക്ക് വോട്ട് കൊടുക്കുന്നവർ ഒരു കാര്യം മറന്നു പോകുന്നുണ്ട്. തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണോ ഇവർ തങ്ങളുടെ മതങ്ങളെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ രാമരാജ്യവും ഹൈന്ദവ രാഷ്ട്രം എന്നൊക്കെ പറയുന്ന BJP ഗവൺമെന്റ് ജ്യോതിഷപീഠത്തിലെ ശങ്കരാചാര്യൻ, സ്വാമി അവിമുക്തേശാനന്ദര സരസ്വതി എന്ന ഈ മതാധ്യക്ഷനെ ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന രീതി കാണേണ്ടത് തന്നെയാണ്. പ്രധാനമന്ത്രി ഇദ്ദേഹത്തിന്റെ മുന്നിൽ കുമ്പിടുകയും മണങ്ങുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം ശങ്കരാചാര്യരായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അദാനി തന്റെ വീട്ടിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തപ്പോഴും ഇദ്ദേഹം ശങ്കരാചാര്യരായിരുന്നു. എന്നാൽ എപ്പോഴാണോ ഈ ശങ്കരാചാര്യർ ഗോമാംസത്തെക്കുറിച്ചും പശുഹത്യയെക്കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ചത്, ഉടൻ തന്നെ സർക്കാർ ഇദ്ദേഹത്തോട് ശങ്കരാചാര്യരാണോ എന്ന് തെളിയിക്കാൻ ആവശ്യപ്പെട്ടവരെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ BJP ഭരണത്തിന് അനുകൂലമായി സംസാരിക്കുകയും ആ ഭരണകൂടവുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് സർക്കാരിന്റെ അനുഗ്രഹം കൂടി ഉണ്ടാവും. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ അഴിമതിയും ഭരണ സംവിധാനത്തിലെ വൈരുദ്ധ്യങ്ങളും ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അവർ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഹിന്ദു മതത്തിലെ ഗുരുവോ മതാധ്യക്ഷനോ ആയ ശങ്കരാചാര്യരായാൽ പോലും സർക്കാർ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ തുടങ്ങും. ജ്യോതിഷപീഠത്തിലെ ശങ്കരാചാര്യർ ഇപ്പോഴും സ്വന്തം ആശ്രമത്തിന് പുറത്ത് പ്രതിഷേധിച്ചിരിക്കുകയാണ്. അധികാരത്തോട് അടുത്ത് നിൽക്കുന്ന ആൾദൈവങ്ങളുടെ ആശ്രമങ്ങൾക്ക് മുന്നിൽ ഡിഫൻഡറുകളുടെയും പോർഷകളുടെയും മേഴ്സിഡസുകളുടെയും ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയും അവർക്കായി നിയമങ്ങളും സൗകര്യങ്ങളും ഭരണകൂടം വഴിമാറ്റി കൊടുക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിലാണ് നാം ഇത് കാണേണ്ടി വരുന്നത്. ഭരണകൂടത്തോട് വിയോജിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഒരു ഹൈന്ദവ ആത്മീയ നേതാവിനെ അപമാനിക്കുന്നതും അദ്ദേഹത്തിന്റെ സന്യാസിമാരെ വലിച്ചിഴക്കുകയും കയ്യേറ്റം ചെയ്യുകയും പുറത്താക്കുകയും ചെയ്യുന്നത് എത്ര വിരോധാഭാസമാണ്. ഇദ്ദേഹം ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് അവകാശപ്പെടുമ്പോഴും ഞങ്ങൾ പശുക്കളെ സംരക്ഷിക്കുമെന്ന് പറയുകയും അതിനുവേണ്ടി മറ്റു മതത്തിലുൾപ്പെടെയുള്ളവരെ കൊല്ലുകയും അവനവന്റെ പേഴ്സണൽ ചോയ്സ് ആയ ആഹാര കാര്യത്തിൽ വരെ നിയമങ്ങൾ കുത്തിക്കയറ്റുകയും ചെയ്ത BJP ഭരണത്തിൽ എങ്ങനെയാണ് പശുഹത്യയും ബീഫ് കയറ്റുമതിയും വർദ്ധിച്ചതെന്ന് ചോദിച്ചു. ശങ്കരാചാര്യർ തന്റെ പ്രസംഗങ്ങളിൽ പശുക്കളെ സംരക്ഷിക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അറവുശാലകളായും മാംസ കയറ്റുമതിക്കാരുമായും ബന്ധമുള്ള കമ്പനികളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നുവെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ലോകത്ത് ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ ഇന്ന് മുൻനിരയിൽ നിൽക്കുന്നതിന് കാരണം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതി കമ്പനികൾ ഇലക്ട്രിക് ബോണ്ടുകൾ വഴി കോടിക്കണക്കിന് രൂപയാണ് പാർട്ടിക്ക് സംഭാവന നൽകിയിട്ടുള്ളത്. കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കമ്പനികൾ പലരും ആദായ നികുതി വകുപ്പിന്റെയോ EDയുടെ അന്വേഷണം നേരിട്ടതിന് പിന്നാലെയാണ് ഇലക്ട്രിക് ബോണ്ടുകൾ വാങ്ങിയത് എന്നതാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ആളുകൾ തങ്ങൾ ഗോ സംരക്ഷകരാണെന്ന് ചമയുന്നവർ റോഡുകളിൽ ആണിതറച്ച പലകളും ഇരുമ്പ് വലകളും എറിഞ്ഞ് ട്രക്കുകളും വാഹനങ്ങളും തടയാൻ ശ്രമിക്കും. ഉത്തർപ്രദേശിലെ മൃഗ കശാപ്പ് ശാലകൾ എവിടെയാണെന്ന് ഇവർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. എന്നാൽ അവിടെ പോയി എന്തെങ്കിലും നടപടിയെടുക്കാൻ ഇവർക്ക് ധൈര്യമില്ല. കാരണം ഭരണകൂടത്തിന് വേണ്ടി ജയ് വിളിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. കശാപ്പ് ശാലകൾ സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഔദാര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ശങ്കരാചാര്യർ ഇതിനെതിരെയാണ് പ്രതിഷേധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ അദ്ദേഹത്തിനെതിരെ തിരിയുന്നത്.